ഞാൻ ഡോക്ടർ വിനായക് ചന്ദ്രൻ, കൺസൾട്ടൻറ്റ് ENT സർജൻ, വഴുവനാട് ഹോസ്പിറ്റൽ, ഒറ്റപ്പാലം. ഇന്ന് നമ്മുടെ ടോപ്പിക്ക് അഡിനോയിഡ് ഹൈപ്പർട്രോഫി, കുട്ടികളിലെ മൂക്കിൽ വരുന്ന ദശവളർച്ച. സാധാരണ നിങ്ങൾ പാരൻസ് കുട്ടികളുടെ പറഞ്ഞ പോലെ പീഡിയാട്രീഷ്യൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ പല പീഡിയാട്രീഷ്യന്മാരും വിട്ടുമാറാത്ത ജലദോഷത്തിന് അഡിനോയിഡ് വളർച്ച എന്ന് പറയാറുണ്ട്. എന്താണ് അഡിനോയിഡ് വളർച്ച? അഡിനോയിഡ് എന്ന് പറയുന്നത് മൂക്കിന് പുറകുവശത്തായിട്ട്, മൂക്കും തൊണ്ടയും കൂടി ചേരുന്ന ഭാഗത്ത് മൂക്കിന് പുറകുവശത്തായിട്ട് കാണുന്ന ഒരു ദശ. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ എന്ന് പറയുന്നത് ചെറുപ്പകാലങ്ങളിൽ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി അഥവാ പ്രതിരോധ ശക്തി കൊടുക്കലാണ്. അപ്പോൾ ആ ഒരു ദശയാണ് അഡിനോയിഡ് എന്ന് പറയും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അച്ഛനമ്മമാർക്ക് എങ്ങനെ കുട്ടികൾക്ക് അഡിനോയിഡ് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഈ പറഞ്ഞ സിംറ്റംസ്, അതായത് കുട്ടിക്ക് സ്ഥിരമായിട്ടുള്ള ജലദോഷം, നോക്കുന്ന പഴുപ്പും വെള്ളവും വരിക, അതുപോലെ തന്നെ സ്ഥിരമായിട്ട് കുട്ടി രാത്രി ഉറങ്ങുന്ന സമയത്ത് വാ തുറന്ന് കിടക്കുക, കൂർക്കം വലി വരിക, ഇനി അത് കൂടുതലായി വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെവി വേദനകൾ വരാം, അതുപോലെ പല്ല് പൊന്തലുകൾ, മേൽപ്പല്ലുകൾ താഴത്തെ പല്ലുമായിട്ടുള്ള ഡെൻ്റൽ മാലൊക്ലൂഷൻ, അതിൻ്റെ അലൈൻമെൻറ്റ്, പല്ലുകളുടെ അലൈൻമെൻറ്റ് കൃത്യമല്ലാതെ ഇരിക്കുക, അതേപോലെ തന്നെ ചെവിയിൽ പഴുപ്പൊലിക്കുക, ഇതെല്ലാം ഒരു അഡിനോയിഡ് കുട്ടികളിൽ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇനി പറയാൻ പോകുന്നത് അഡിനോയിഡ് വളർച്ച എങ്ങനെ നമുക്ക് ചികിത്സിക്കാം എന്നുള്ളത്. നമ്മളിവിടെ ചെയ്യുന്നത് ആദ്യം അതിനൊരു കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ്, അതായത് ഓപ്പറേഷൻ കൂടെ അല്ലാതെയുള്ള ഒരു ചികിത്സ. നമ്മളൊരു സ്റ്റിറോയിഡ് സ്പ്രേ ആണ്, ആ സ്പ്രേ മൂക്കിലൂടെ അടിക്കാൻ കൊടുക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു പരിധിവരെ നമുക്ക് അഡിനോയിഡിനെ കംപ്രസ് ചെയ്യാൻ, അതിൻ്റെ സൈസ് ചുരുക്കാൻ സാധിക്കുന്നു. എന്നാൽ ചില വ്യക്തികളിൽ ഈ ഒരു കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ് കൊണ്ട് അഡിനോയിഡ് മുഴുവനായിട്ട് നീക്കം ചെയ്യാൻ പറ്റണമെന്നില്ല. അതേപോലെ തന്നെ ഈ സിംറ്റംസ് എല്ലാം വന്ന കുട്ടികൾ, അതായത് പല്ലുപൊന്തലുണ്ട്, ചെവിയുടെ പ്രശ്നങ്ങളുണ്ട്, പിന്നെ സ്പ്രേ കൊടുത്തിട്ടും റിപ്പീറ്റഡായി കുറച്ച് കാലം സ്പ്രേ കൊടുത്തിട്ടും അഡിനോയിഡ് വളർച്ചയ്ക്ക് മാറ്റം വരുന്നില്ല, ഈ സിംറ്റംസ് ഒന്നും മാറുന്നില്ല. അങ്ങനെയുള്ള കുട്ടികളിൽ നമ്മൾ അടുത്ത സ്റ്റേജ് ആയിട്ടുള്ള അഡിനോയിഡ് എടുത്തു കളയുന്ന ഓപ്പറേഷൻ, അതായത് അഡിനോയിഡക്ടമി എന്ന ഒരു സ്റ്റെപ്പിലോട്ട് പോകുന്നു. സാധാരണ ജനങ്ങൾക്കുള്ള കൺസേൺ എന്ന് പറയുന്നത് അഡിനോയിഡക്ടമി ചെയ്യുന്നത് കൊണ്ട് ഇമ്മ്യൂണിറ്റി പ്രശ്നങ്ങൾ വരുമോ, അഡിനോയിഡ് ഒരു ഇമ്മ്യൂണിറ്റി പ്രദാനം ചെയ്യുന്ന അവയവമല്ലേ, ഇങ്ങനെയാണ്. എന്നാൽ സത്യത്തിൽ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഈ ഒരു പ്രായത്തിൽ ഇമ്മ്യൂണിറ്റി കൈകാര്യം ചെയ്യുന്നത് ഒരൊറ്റ അവയവം മാത്രമായിട്ടല്ല, അത് ഒരു വ്യവസ്ഥയാണ്. അഡിനോയിഡ് അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്. അതുകൊണ്ട് കാര്യമായിട്ടുള്ള ഇമ്മ്യൂണിറ്റി പ്രശ്നങ്ങളൊന്നും സംഭവിക്കുന്നില്ല. നമ്മൾ ഇവിടെ അഡിനോയിഡക്ടമി ചെയ്യുന്നത് പുതിയൊരു ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ്. അതിൻ്റെ പേരാണ് കോബ്ലേഷൻ അഡിനോയിഡക്ടമി. കോബ്ലേഷൻ എന്ന് പറയുന്നത് ഒരു പ്ലാസ്മ, അതായത് ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന പ്ലാസ്മ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പ്ലാസ്മ ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോഴുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ കൊളാറ്ററൽ ടിഷ്യൂ ഡാമേജ്, അതായത് നോർമലായിട്ടുള്ള ടിഷ്യൂവിന് വരുന്ന ഡാമേജ് അത് വളരെ കുറവാണ്, കാര്യമായിട്ട് ഡാമേജ് ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കുട്ടി സുഖം പ്രാപിക്കുന്നു. പിന്നെ ഇതിൽ മെയിനായിട്ട് അഡിനോയിഡ് ഓപ്പറേഷനിൽ സംഭവിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ബ്ലീഡിംഗ് ആണ്. അപ്പോൾ അത് ഈ ബ്ലീഡിങ് നമുക്ക് സാധാരണ മുന്നേ ചെയ്യുന്ന കൺവെൻഷണൽ അഡിനോയിഡക്ടമി, അതായത് ചുരണ്ടിക്കളയിൽ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന ഈ കോബ്ലേഷനിൽ നമുക്ക് തീരെ ബ്ലീഡിംഗ് ഇല്ല എന്ന് തന്നെ പറയാം. തീരെ ബ്ലീഡിംഗ് ഇല്ല, നമുക്ക് കാര്യമായിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനോ ബ്ലഡ് കൊടുക്കലോ അങ്ങനെയുള്ള ആവശ്യങ്ങളൊന്നും വേണ്ടിവരുന്നില്ല. അഡിനോയിഡക്ടമി നമ്മൾ ചെയ്യുന്നത് സ്കാർലെസ് ആയിട്ടുള്ള ഓപ്പറേഷൻ ആയിട്ടാണ്. പ്രത്യേകിച്ച് മുറിയോ പാടോ ഒന്നും ഉണ്ടാകുന്നില്ല, സ്റ്റിച്ചസ് ഒന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് നെക്സ്റ്റ് ഡേ തന്നെ വീട്ടിലോട്ട് പോകാം. പ്രത്യേകിച്ച് വീട്ടിൽ റെസ്റ്റിൻ്റെ ആവശ്യങ്ങൾ വരുന്നില്ല. ഒരു 10 days കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഒന്ന് വിസിറ്റ് ചെയ്യണം, അത്രമാത്രം അഡിനോയിഡക്ടമിക്ക് ആവശ്യം വരുന്നുള്ളൂ. സ്കൂളിലൊരു 2-3 days കഴിഞ്ഞാൽ സ്കൂളിലോട്ട് പോകാം. ഇതിൽ മെയിനായിട്ട് പറയുന്നത് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ട് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ എൻഡോസ്കോപ്പി ഉപയോഗിച്ചിട്ട് ക്യാമറയിൽ നമുക്ക് ഇത് കാണാൻ പറ്റും. കണ്ടുകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്കത് മുഴുവനായിട്ട് എടുത്ത് കളയാനും പറ്റും. അതുകൊണ്ട് തിരിച്ചത് വീണ്ടും വരുന്ന അവസ്ഥ ഇതിൽ തീരെ ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ വിട്ടുമാറാത്ത ജലദോഷം, അതുപോലെ തന്നെ വാ തുറന്ന് ശ്വാസം എടുക്കുക കുട്ടികൾ, ഇടയ്ക്കിടയ്ക്കുള്ള ചെവി വേദന, കൂർക്കം വലി, അതുപോലെ മുഖം നീളുന്ന അവസ്ഥ, ഇതെല്ലാമുള്ള കുട്ടികളുടെ മാതാപിതാക്കൾ ഉടൻ തന്നെ ഒരു ENT ഡോക്ടറെ സമീപിക്കേണ്ടതാണ്.